ഇനി വേറൊരു പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ബാഗിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കോൺവെക്സ് ആണ്. അപ്പം നമ്മൾ ആദ്യം ഇപ്പോൾ കണ്ട ഈ ഒരു വേഫർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഓസ്റ്റമി വേഫേഴ്സ് ആണുള്ളത്. ഇത് ഫ്ലാറ്റ് വേഫർ ഉണ്ട്, ഇതിൻ്റെ സൈഡ് എപ്പോഴും ഫ്ലാറ്റ് ആയിരിക്കും, പരന്നതായിരിക്കും. അതേ സമയത്ത് വേറൊരു വേഫർ ഉണ്ട്, ഇതുണ്ട്, ഇതാണ് ഇച്ചിരി ഉന്തി നിൽക്കും, പുറത്തോട്ട് തള്ളി നിൽക്കുന്നു. ഇതാണ് നമ്മൾ കോൺവെക്സ് എന്ന് പറയും, കോൺവെക്സ്. ഈ കോൺവെക്സ് വേഫറിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും എപ്പോഴും ലീക്കേജ്, ബാഗ് ഒട്ടിച്ചിട്ട് നിൽക്കുന്നില്ല, എപ്പോഴും പറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ സ്റ്റോമ അകത്തേക്ക് വലിഞ്ഞിരിക്കുന്ന അവസ്ഥ, അതായത് സ്കിന്നിൽ നിന്നും സ്റ്റോമ അകത്തേക്ക് വലിഞ്ഞിരിക്കുന്ന അവസ്ഥ, അതിന് നമ്മൾ റിട്രാക്ഷൻ എന്ന് പറയും. ഇപ്പോൾ റിട്രാക്ടർ ആയിട്ടുള്ള ആളുകൾ അവർക്ക് എപ്പോഴും ബാഗ് ലീക്കായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഏതെങ്കിലും ബോണിൻ്റെ സൈഡിലോ കാലിൻ്റെ എല്ലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ മടക്കുകൾ, വയറിൻ്റെ മടക്കുകളോ ചുളിവുകളോ ഒക്കെ ഉള്ളവർക്കൊക്കെ എപ്പോഴും ലീക്കേജിൻ്റെ ഇഷ്യൂ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു കോൺവെക്സ് വേഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യം, നമ്മളിത് ഒട്ടിക്കുന്ന പോലെ തന്നെയാണ് ഒട്ടിക്കുന്നത്. ഇത് നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്യുക, കട്ട് ചെയ്തതിന് ശേഷം ഇത് ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് ഈ ബാഗ് നേരെ, ബാഗ് സെയിമാണ് എപ്പോഴും, ആ ബാഗ് ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ലോക്ക് സിസ്റ്റം ഇടുക. അതിനുശേഷം ബെൽറ്റ് കൊടുക്കുക. അപ്പോൾ കോൺവെക്സ് ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബെൽറ്റ് കമ്പൽസറി ആണ്. ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കോൺവെക്സ് നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതാണ് ലോക്ക് ഇതിലേട്ടായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഊരണമെങ്കിൽ അതുകൊണ്ട് ഇതിനെ വെച്ച് പിടിക്കുക, ഊരുക. ഈ കോൺവെക്സ് എപ്പോഴും ഉപയോഗിക്കുന്ന എല്ലാവർക്കും ആവശ്യമില്ല. ഇത് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ളവർക്ക്, ലീക്കേജ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാനായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു കോൺവെക്സ് വേഫർ. ഓക്കെ, ഇനി വേറൊരു പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ബാഗിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കോൺവെക്സ് ആണ്. അപ്പം നമ്മൾ ആദ്യം ഇപ്പോൾ കണ്ട ഈ ഒരു വേഫർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഓസ്റ്റമി വേഫേഴ്സ് ആണുള്ളത്. ഇത് ഫ്ലാറ്റ് വേഫർ ഉണ്ട്, ഇതിൻ്റെ സൈഡ് എപ്പോഴും ഫ്ലാറ്റ് ആയിരിക്കും, പരന്നതായിരിക്കും. അതേ സമയത്ത് വേറൊരു വേഫർ ഉണ്ട്, ഇതുണ്ട്, ഇതാണ് ഇച്ചിരി ഉന്തി നിൽക്കും, പുറത്തോട്ട് തള്ളി നിൽക്കുന്നു. ഇതാണ് നമ്മൾ കോൺവെക്സ് എന്ന് പറയും, കോൺവെക്സ്. ഈ കോൺവെക്സ് വേഫറിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും എപ്പോഴും ലീക്കേജ്, ബാഗ് ഒട്ടിച്ചിട്ട് നിൽക്കുന്നില്ല, എപ്പോഴും പറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ സ്റ്റോമ അകത്തേക്ക് വലിഞ്ഞിരിക്കുന്ന അവസ്ഥ, അതായത് സ്കിന്നിൽ നിന്നും സ്റ്റോമ അകത്തേക്ക് വലിഞ്ഞിരിക്കുന്ന അവസ്ഥ, അതിന് നമ്മൾ റിട്രാക്ഷൻ എന്ന് പറയും. ഇപ്പോൾ റിട്രാക്ടർ ആയിട്ടുള്ള ആളുകൾ അവർക്ക് എപ്പോഴും ബാഗ് ലീക്കായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഏതെങ്കിലും ബോണിൻ്റെ സൈഡിലോ കാലിൻ്റെ എല്ലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ മടക്കുകൾ, വയറിൻ്റെ മടക്കുകളോ ചുളിവുകളോ ഒക്കെ ഉള്ളവർക്കൊക്കെ എപ്പോഴും ലീക്കേജിൻ്റെ ഇഷ്യൂ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു കോൺവെക്സ് വേഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യം, നമ്മളിത് ഒട്ടിക്കുന്ന പോലെ തന്നെയാണ് ഒട്ടിക്കുന്നത്. ഇത് നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്യുക, കട്ട് ചെയ്തതിന് ശേഷം ഇത് ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് ഈ ബാഗ് നേരെ, ബാഗ് സെയിമാണ് എപ്പോഴും, ആ ബാഗ് ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ലോക്ക് സിസ്റ്റം ഇടുക. അതിനുശേഷം ബെൽറ്റ് കൊടുക്കുക. അപ്പോൾ കോൺവെക്സ് ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബെൽറ്റ് കമ്പൽസറി ആണ്. ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കോൺവെക്സ് നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതാണ് ലോക്ക് ഇതിലേട്ടായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഊരണമെങ്കിൽ അതുകൊണ്ട് ഇതിനെ വെച്ച് പിടിക്കുക, ഊരുക. ഈ കോൺവെക്സ് എപ്പോഴും ഉപയോഗിക്കുന്ന എല്ലാവർക്കും ആവശ്യമില്ല. ഇത് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ളവർക്ക്, ലീക്കേജ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാനായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു കോൺവെക്സ് വേഫർ. ഓക്കെ.